ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 2 ലെയർ യമ്മി പുഡിംഗ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ ഒരു 2 ലെയർ യമ്മി പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു 2 ലെയർ പുഡിംഗ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഫസ്റ്റ് ലെയർ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ അളവിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലെയിം ഓൺ അല്ല, ഓഫാണ്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ലിറ്റർ അളവിലുള്ള പാലാണെങ്കിൽ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയെങ്കിലും ആവശ്യമായിട്ട് വരും. പുഡിംഗ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണമെങ്കിലേ നമ്മുടെ പുഡിംഗ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ. കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കസ്റ്റാർഡ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ കസ്റ്റാർഡ് മിക്സ് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കാൻ. കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനും കട്ട പിടിക്കാനുമുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നമ്മൾ ഇളക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് മിക്സ് അത്യാവശ്യത്തിന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് മിക്സിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. പുഡിംഗ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ 4 ഗ്ലാസ്സിലേക്കാണ്. ഈ ഗ്ലാസ്സിലേക്ക് നമുക്കൊരു 1/4 ഭാഗത്തോളം ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് നമ്മൾ എല്ലാ ഗ്ലാസ്സിലേക്കും ഒരേ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കൊരു ടീസ്പൂൺ വെച്ച് ഈ കസ്റ്റാർഡ് മിക്സ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കി എടുക്കണമെങ്കിൽ നമ്മുടെ ഈ കസ്റ്റാർഡ് മിക്സ് നന്നായിട്ടൊന്ന് ചൂടാറണം. അതിനുശേഷം മാത്രമേ നമ്മൾ സെക്കൻഡ് ലെയർ തയ്യാറാക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഏകദേശം 1/2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യത്തിനൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ജെല്ലി മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു പാത്രത്തിൽ 1 ഗ്ലാസ് അളവിലുള്ള വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ജെല്ലി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സ്ട്രോബെറിയുടെ ജെല്ലി പൗഡറാണ്. ഇതിൽ ഓൾറെഡി ഷുഗർ ആഡഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇനി പഞ്ചസാരയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ജെല്ലി പൗഡർ മുഴുവനായിട്ടും ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ജെല്ലി പൗഡർ മുഴുവനായിട്ടും നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ജെല്ലി മിക്സും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. കസ്റ്റാർഡ് മിക്സ് നമ്മൾ ഏകദേശം 1/2 മണിക്കൂറോളം ആയപ്പോഴേക്കും നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമ്മുടെ ജെല്ലി മിക്സും നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പുഡിംഗ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രിഡ്ജിലേക്ക് വെച്ച് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് 4 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിംഗ് ഇതാ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള യമ്മി പുഡിംഗ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.